വിലക്കപ്പെട്ട പ്രണയം ഭാഗം 11. ആമി സമ്മതിച്ചതും കൂടുതൽ സംസാരിച്ച് വെറുതെ വലിച്ചു നീട്ടാതെ പവൻ ഫോൺ കട്ട് ചെയ്തിരുന്നു. ഇനി എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപകാരപ്പെട്ടാലോ എന്ന് കരുതി ആമി അപ്പോൾ തന്നെ അവൻ്റെ നമ്പർ സേവ് ചെയ്തു വെക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പുറത്തുനിന്ന് വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നത്. എബി പുറത്തു പോയിരിക്കുകയാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ മുത്തശ്ശി ഗേറ്റ് അടച്ചിട്ടില്ല. വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അത് എബിയാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. ഗേറ്റ് അടച്ചിട്ടില്ലെങ്കിലും വാതിൽ അടച്ച് കുറ്റിയിട്ടിരിക്കുകയാണ്. മുന്നിലെ വാതിലിൽ കൊട്ടുന്ന ശബ്ദം കേട്ടതും 1-2 തവണയായിട്ടും ആരും വാതിൽ തുറന്നു കൊടുക്കുന്നില്ല എന്ന് കണ്ടതും ആമി തന്നെ അവന് തുറന്നു കൊടുക്കാമെന്ന് കരുതി മുന്നിലേക്ക് നടന്നു. വാതിൽ തുറന്നപ്പോൾ തന്നെ മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം അവളുടെ മൂക്കിലേക്ക് തുളച്ചു കയറി. വല്ലാത്തൊരു മുഖത്തോടെ അവൾ പിന്നിലേക്ക് നീങ്ങി. നീ വീണ്ടും വന്നോ? കുടിച്ചു ബോധമില്ലാത്ത അവസ്ഥയിൽ കാലുകൾ പോലും നിലത്തുറയ്ക്കാത്ത രീതിയിൽ നിന്നുകൊണ്ടാണ് അവൻ ചോദിച്ചത്. അവൻ സംസാരിക്കുമ്പോൾ വായിൽ നിന്ന് മദ്യത്തിൻ്റെ രൂക്ഷമായ ഗന്ധം അവളുടെ മുഖത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ആമി അവനെ ഗൗരവത്തിലൊന്ന് നോക്കി. വൈ ആർ യു സ്റ്റെയറിങ് അറ്റ് മീ എന്ന് ചോദിച്ച് സ്വബോധമില്ലാത്തതുപോലെ അവൻ അവളെ മറികടന്ന് അകത്തേക്ക് കയറി. അവൻ അടുത്തേക്ക് വരുന്നത് കണ്ടതും അവൾ നീങ്ങിക്കൊടുത്തു. അമ്മാമ്മ എവിടെ? ഉറങ്ങി. ഉറങ്ങിയോ? അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അത്രമാത്രം ചോദിച്ച് അവൻ മുകളിലേക്ക് നടക്കാനൊരുങ്ങി. നീ ഇവിടെ വന്നേ. അവൻ അവളുടെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് വീണ്ടും അവളെ കൈ ചൂണ്ടി വിളിച്ചു. അവൾക്കാണെങ്കിൽ അവൻ മദ്യപിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൻ അരികിലേക്ക് പോകാൻ അല്പം ഒരു ഭയം ഉണ്ടായിരുന്നു. എങ്കിലും ധൈര്യം സംഭരിച്ച് അങ്ങോട്ട് നടന്നു. കം അപ്സ്റ്റേഴ്സ് അത്രമാത്രം പറഞ്ഞവൻ മുകളിലേക്ക് നടന്നിരുന്നു. ഒരു വേള അവൻ്റെ കൂടെ പോകണോ വേണ്ടയോ എന്നവൾ പല ആവർത്തി മനസ്സിൽ ചോദിച്ചു. എങ്കിലും അവൻ അങ്ങനെ വിളിച്ചിട്ടും പോകാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി അവൾ മുകളിലേക്ക് പോകാമെന്ന് തന്നെ തീരുമാനിച്ചു. അവൾ അങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ അവൻ പടികളെല്ലാം കയറി മുകളിലേക്ക് എത്തിയിരുന്നു. അവനെ നോക്കിയപ്പോൾ അവിടെ എങ്ങും കാണുന്നില്ല. പതിയെ അവളും മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി. മുകളിലേക്കുള്ള പടികൾ കയറി നേരെ ചെന്നെത്തുന്നത് ഒരു വലിയ ഹാളിലേക്കാണ്. അതിനോട് ചേർന്ന് 3 മുറികളുമുണ്ട്. അതിലൊരെണ്ണാണ് എബിയുടേത്. മുകളിൽ ചെന്ന് നോക്കുമ്പോൾ അവൻ ഹാളിൽ തന്നെ ഇട്ടിരിക്കുന്ന സോഫയിൽ ഇരിക്കുന്നുണ്ട്. ആ വന്നോ? കം സിറ്റ് ഹിയർ. അവളെ കണ്ടതും അവൻ അവളെ വിളിച്ചുകൊണ്ട് അവളോട് അവനിരിക്കുന്ന സോഫയുടെ മുന്നിലിരിക്കുന്ന സോഫ ചെയറിൽ ഇരിക്കാൻ പറഞ്ഞു. മടിയോടെയാണെങ്കിലും അവൾ വന്ന് സോഫയിലിരുന്നു. രാത്രി 10 മണി അടുപ്പിച്ചായിട്ടുണ്ട്. എല്ലാവരും ഉറക്കമാണ്. മുത്തശ്ശിയെ ഉറങ്ങി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. ശിവാമി റൈറ്റ്? അവൻ അവളോട് ചോദിച്ചതും അവൾ അതേ എന്ന രീതിയിൽ തലയാട്ടി. നിന്നെ എൻ്റെ അമ്മാമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് അല്ലേ? അവൻ തിരക്കിയതും അതിനും അവൾ തലയാട്ടി. പക്ഷേ എനിക്ക് നിന്നെ ഇഷ്ടമല്ല. അവൻ അങ്ങനെ പറഞ്ഞതും ആമി അവനെ സംശയത്തോടെയുള്ള മുഖത്തോടെയാണ് നോക്കിയത്. അവൻ എന്താണ് പറയുന്നതും ചെയ്യുന്നതും എന്നൊന്നും അവൾക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. എനിക്ക് നിന്നെ എന്നല്ല, എനിക്ക് ഈ ലോകത്ത് ആരെയും ഇഷ്ടമല്ല. മുന്നിലെ ചെറിയ ടീപ്പോയിൽ വെച്ചിരുന്ന മദ്യക്കുപ്പിയിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്ത് പകർത്തി അതവൻ വായിലേക്ക് ഒഴിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. അതെന്താ ആരെയും ഇഷ്ടമല്ലാത്തത്? ഏതോ ഒരു ആകാംക്ഷയുടെ പുറത്ത് അവൾ അറിയാതെ തന്നെ ചോദിച്ചു പോയി. എന്നെ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് ആരെയും ഇഷ്ടമല്ല. എന്നെ ആരും ഇഷ്ടപ്പെടണ്ട, ഞാനും ആരെയും ഇഷ്ടപ്പെടുന്നില്ല. മദ്യത്തിൻ്റെ പുറത്ത് അവൻ എന്തൊക്കെയോ പിച്ചും പേയും പറയും കണക്ക് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനിന്ന് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഐ എം സോറി ഫോർ ദാറ്റ്. അവൻ എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും തൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റ് തിരുത്താൻ എന്ന വണ്ണം ആമി അവനോട് സോറി ചോദിച്ചു. ഓക്കെ, അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. അവൻ തലയാട്ടിക്കൊണ്ട് അവളോട് പറഞ്ഞു. എന്തിനാ എന്നോട് മുകളിലേക്ക് കയറി വരാൻ വേണ്ടി പറഞ്ഞത്? ഐ ഹാവ് ടു ടെൽ യു സംതിങ്. അവൻ പറഞ്ഞതും ആമി എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചില്ലെങ്കിലും ആകാംക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. അമ്മാമ്മയ്ക്ക് നിന്നെ ഇഷ്ടമായ സ്ഥിതിക്ക് എന്തായാലും കുഴപ്പമില്ല. യു ക്യാൻ സ്റ്റേ ഹിയർ. പക്ഷേ എൻ്റെ കാര്യത്തിലൊന്നും നീ ഇടപെടരുത്. അവൻ ഗൗരവത്തിൽ പറഞ്ഞതും അവൾ തലയാട്ടി. എന്തൊക്കെ പറഞ്ഞാലും താൻ അവൻ്റെ കീഴിൽ ജോലിയെടുക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നത് അനുസരിക്കണം എന്നൊരു ബോധ്യം ഇപ്പോൾ അവളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞത് തലയാട്ടി സമ്മതിക്കുക മാത്രമാണ് ചെയ്തത്. ഇനി ഇവിടെ നിൽക്കണ്ട, പൊയ്ക്കോ. അവൾ എഴുന്നേറ്റ് നടക്കാനൊരുങ്ങിയതും വീണ്ടും അവൻ അവളെ വിളിച്ചു നിർത്തി. ഒന്ന് നിൽക്ക്. പിന്നിൽ നിന്നുള്ള അവൻ്റെ ശബ്ദം കേട്ടതും ആമി അവിടെ തന്നെ നിന്നു. അത് ഞാനിന്നിങ്ങനെ വന്നത് അമ്മാമ്മയോട് പറയാൻ നിൽക്കരുത്. അവൻ പറഞ്ഞതും ആമി മനസ്സിലാവാത്തതുപോലെ അവനെ നോക്കി. അവൻ്റെ മുഖത്താകെ ഒരു പതർച്ച. ഐ വുഡ് ഡ്രങ്ക്. അത് പറയരുതെന്ന് അവൻ പരിങ്ങി. അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് നേരെ താഴേക്ക് നടന്നു. തിരിഞ്ഞു നോക്കാൻ പോലും നിന്നില്ല. എന്തൊക്കെയായാലും അവളുടെ മനസ്സിൽ അവനോടൊരു സോറി പറഞ്ഞല്ലോ എന്നൊരാശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത്. താഴേക്ക് നടന്ന് മുറിയിലേക്ക് പോകുമ്പോൾ അവനോട് സോറി പറഞ്ഞല്ലോ എന്നൊരാശ്വാസമായിരുന്നു അവളുടെ ഉള്ളിൽ. അങ്ങനെ ഇന്ന് ശനിയാഴ്ചയാണ്. ആമി ഇന്ന് വീട്ടിലേക്ക് പോവുകയാണ്. പവി അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് പോകുന്നത്. 2 ദിവസം മുന്നേ തന്നെ മുത്തശ്ശിയോട് പെർമിഷനൊക്കെ വാങ്ങി വെച്ചിരുന്നു. ഇറങ്ങട്ടെ മുത്തശ്ശി. പോകുന്നതിന് മുന്നേ അവൾ അനുവാദം വാങ്ങാൻ വന്നതും മുത്തശ്ശി പുഞ്ചിരിയോടെ തന്നെ അവളെ യാത്രയാക്കി. ബസ്സിലിരിക്കുമ്പോൾ ആമി എബിയെക്കുറിച്ചാണ് ചിന്തിച്ചത് മുഴുവൻ.
അന്നത്തെ സംഭവം കഴിഞ്ഞ് അവൾ പിന്നെ അവനെ കണ്ടിട്ടില്ല. പിറ്റേന്ന് രാവിലെ തന്നെ അവൻ എങ്ങോട്ടോ പോയിരുന്നു. മുത്തശ്ശിയോട് പോലും പറഞ്ഞില്ല എങ്ങോട്ടാ പോകുന്നതെന്ന്. അവിടെ നിൽക്കുന്ന ഒരു ചേച്ചിയോടാണ് പറഞ്ഞിട്ട് പോയത്. ഇനി ഒരാഴ്ച കഴിഞ്ഞ് വരുള്ളൂ എന്നാണ് പറഞ്ഞത്. അവൻ അങ്ങനെ പോയതിൽ പിന്നെ മുത്തശ്ശിക്ക് ഒരു ഉഷാറില്ലായിരുന്നു. ആകെ ഒരു മൂകതയായിരുന്നു. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആലോചിച്ചും ഓർത്തുമൊക്കെ അങ്ങനെ ഇരിക്കും. അത് അവനോടങ്ങനെ പറഞ്ഞു പോയതിലുള്ള വിഷമം കൊണ്ടാണെന്ന് അവൾക്ക് മനസ്സിലായി. എങ്കിലും അതിനെക്കുറിച്ചൊന്നും ചോദിക്കാനൊന്നും നിന്നില്ല ആമി. ബസ്സിലിരിക്കുമ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ സ്ഥലം എത്തിയത് പോലും ആമി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വേഗത്തിലെത്തിയത് പോലെയാണ് അവൾക്ക് തോന്നിയത്. സ്റ്റാൻഡിലിറങ്ങി ഓട്ടോയ്ക്കാണ് വീട്ടിലേക്ക് പോയത്. അങ്ങനെ വീട്ടിലെത്തി. മുറ്റമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ആളെ ഏൽപ്പിച്ചത് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. കൃത്യമായിട്ട് ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അകത്തേക്ക് കയറി വാതിൽ തുറന്നു. മുറ്റം വൃത്തിയാക്കാൻ വേണ്ടി മാത്രമാണ് ആളെ ഏൽപ്പിച്ചത്. അകത്ത് കയറി വൃത്തിയാക്കാനൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വീടിനകത്താകെ പൊടിയും മാറാലയൊക്കെ ആയിട്ടുണ്ട്. ഒരു വശത്തു നിന്നും ക്ലീൻ ചെയ്ത് തുടങ്ങാമെന്ന് കരുതി അവൾ. അതിനുശേഷം പവനെ വിളിക്കാമെന്ന് കരുതി. അല്ലെങ്കിൽ ഇങ്ങനെ ആകെ പൊടിയും മാറാലയും ഒക്കെ പിടിച്ചു കിടക്കുന്ന വീട്ടിലേക്ക് എങ്ങനെയാണ് ഒരാളെ വിളിച്ചു കയറ്റുക? ഓരോ ഇടത്തു നിന്ന് അടിച്ചൊതുക്കി തുടച്ചു അവൾ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും വൈകുന്നേരമായിരുന്നു. എല്ലാം കഴിഞ്ഞൊന്ന് കുളിച്ച് ഫ്രഷായപ്പോൾ സമയം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. ജാക്കിയെ കാണാൻ പോയാലോ എന്ന ചിന്തയാണ് അപ്പോൾ അവളുടെ മനസ്സിലേക്ക് വന്നത്. കഴിഞ്ഞ തവണ വന്നപ്പോഴും അവനെ കാണാൻ പറ്റിയിട്ടില്ല. ഇവിടെ നിന്ന് പോകുമ്പോൾ അവൻ്റെ കാര്യം ആലോചിച്ചായിരുന്നു വലിയ വിഷമം. ജോലിക്ക് പോകുന്ന വീട്ടിലേക്ക് അവനെ കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലോ. അവർക്കതൊക്കെ അംഗീകരിക്കാനാവില്ലല്ലോ. അവൻ്റെ കാര്യം ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് പാല് കൊണ്ടുവന്ന് തരുന്ന പയ്യൻ പുതിയൊരു പെറ്റ് കെയർ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് പോലും എന്ന് പറയുന്നത്. കേട്ടപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. കാരണം അല്ലാതെ അവനെ വിശ്വസിച്ചേൽപ്പിക്കാൻ വേറൊരു സ്ഥലവും ഉണ്ടായിരുന്നില്ല. ഇതാവുമ്പോൾ അവിടെ നോക്കിക്കോളൂ എന്നൊരു ഉറപ്പുണ്ടായിരുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അവിടെ നന്നായിട്ട് എത്ര ദിവസം വേണമെങ്കിലും അവരെ നോക്കിക്കോളൂ എന്നറിഞ്ഞു. അതുകൊണ്ട് അങ്ങോട്ടാക്കിയിട്ടാണ് ജോലിക്ക് പോയി തുടങ്ങിയത്. മാസത്തിലൊരു എമൗണ്ട് അവർക്ക് കൊടുത്താൽ മാത്രം മതി. ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. എങ്കിലും വെറുതെ അതിനെ കൊല്ലാതെ കൊല്ലുന്നതിലും നല്ലത് ഇത് തന്നെയാണെന്ന് കരുതി അങ്ങോട്ടാക്കി. കഴിഞ്ഞ തവണ വന്നപ്പോൾ അവനെ കാണാൻ പോകാനുള്ള സമയം സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ തവണ വന്നപ്പോൾ തന്നെ അവനെ കാണണമെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. കാരണം ആരും ഇല്ലാതിരുന്ന സമയം തനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്രയം അവൻ മാത്രമാണ്. ആകെ തന്നോട് സ്നേഹത്തോടെ പെരുമാറിയ ഒരു ജീവി അവനാണ്. അവിടെ പോയി അവനെ കണ്ടു. തനിക്കിനി അവനെ എന്ന് കാണാനാവും എന്നൊന്നും അറിയില്ല. എപ്പോൾ കൂടെ കൂട്ടാനാവും എന്നറിയില്ല. പക്ഷേ അവനെ കണ്ടപ്പോൾ അവൻ ഈ സ്ഥലത്ത് സേഫ് ആണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അവിടെ നിന്ന് അവനെ കണ്ട് തിരികെ വീട്ടിലേക്ക് വരുന്ന വഴി അവൾ പവനെ ഒന്ന് വിളിച്ചു. അവൻ ഉടനെ വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി ആമി അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. പവനായിരിക്കുമെന്ന ചിന്തയിലാണ് പോയി വാതിൽ തുറന്നത്. അപ്പോൾ ദാ മുന്നിൽ നിൽക്കുന്നു ഇളയമ്മയും ഭാമയും. പ്രതീക്ഷിച്ച ആളാണെങ്കിൽ ഇല്ല താനും. നീ എപ്പോൾ വന്നു? ഇന്ന് രാവിലെ. ഞങ്ങൾക്ക് അകത്തേക്ക് കയറാൻ പാടില്ല എന്നാണോ? അത് കേട്ടതും ആമി അവരെ സംശയത്തോടെ നോക്കി. താൻ എന്ത് ചെയ്തു എന്ന രീതിയിൽ. അല്ല, ഞങ്ങൾക്ക് കയറാൻ തടസ്സം പോലെ നിന്നതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. ഇളയമ്മ ഒന്ന് ഇരുത്തി പറഞ്ഞു. ആമി അതിന് വാതിൽക്കൽ നിന്നൊന്ന് നീങ്ങിക്കൊടുത്തു. രണ്ടും അകത്തേക്ക് കയറി. രണ്ടുപേരുടെയും നോട്ടം വീടിൻ്റെ ഉള്ളിലേക്കൊക്കെയാണ്. ഈ വീട് ഇങ്ങനെയൊക്കെ ഇട്ട് നശിപ്പിച്ച് കളയാനാണോ നീ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇതൊക്കെ കണ്ടോ? ആകെ പൊടിയും അഴുക്കും ഒക്കെ പിടിച്ച് ആകെ നാശമായി കിടക്കുവാണ്. ചുറ്റും നോക്കിക്കൊണ്ട് ഇളയമ്മ അവളോട് കുത്തുന്ന രീതിയിലൊന്ന് പറഞ്ഞുകൊണ്ട് അവളെ സൂക്ഷിച്ചു നോക്കി. എവിടെ? ഇളയമ്മ അഴുക്കും പൊടിയൊക്കെ എവിടെയാണ് കണ്ടത്? അത് ഇവിടെയൊക്കെ കണ്ടാൽ തന്നെ അറിയില്ലേ ആകെ പൊടി പിടിച്ചിരിക്കുവാണെന്ന്. ഭാമ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് പറഞ്ഞു. ആമിയും ചുറ്റും ഒന്ന് നോക്കി. ഞാൻ കുറച്ചു മുൻപാണ് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തത്. ഇനി ഇവിടെ എവിടെയാണ് പൊടിയോ അഴുക്കുമൊക്കെ ഉള്ളതെന്ന് ഇളയമ്മയും ഭാമേച്ചിയും ഒന്ന് കാണിച്ചു തന്നാൽ കൊള്ളായിരുന്നു. കൈകെട്ടി നിന്ന് ആമി ചോദിച്ചതും രണ്ടുപേരുടെയും വാ അടഞ്ഞതുപോലെ ആയിപ്പോയി. അല്ല, ഇളയമ്മയും ഭാമേച്ചിയും എന്താ വന്നതെന്ന് പറഞ്ഞില്ല. അവൾ അവരോട് കാര്യം തിരക്കി. കൂടുതൽ സമയം അവരവിടെ പിടിച്ചു നിർത്താൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് വേഗം അവൾ കാര്യം തിരക്കിയത്. അതെന്താ ആമി അങ്ങനൊരു ചോദ്യം? നീ വന്നിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ ഒന്ന് ഇവിടെ വരെ വരാമെന്ന് കരുതി വന്നതാണ്. ഇളയമ്മ അവളെ നോക്കി ഒന്ന് ഇരുത്തി പറഞ്ഞു. ആമി അതിനൊന്ന് മൂളുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ എന്തു പറയാനാണ്? നിനക്ക് ഈ വീടിങ്ങനെ ഇട്ട് നശിപ്പിച്ച് കളയാനാണോ ആമി ഉദ്ദേശം? ഇളയമ്മ വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് അവളോട് അത് തന്നെ ചോദിച്ചു. അങ്ങനെ നശിപ്പിച്ച് കളയണമെന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എങ്കിൽ പിന്നെ ഇത് വിശ്വസിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ആർക്കെങ്കിലും കൊടുക്കാൻ പാടില്ലേ നിനക്ക്? ഇടം കണ്ണാലെ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവർ അർത്ഥം വെച്ച് പറഞ്ഞു. ആമിക്ക് അത് എളുപ്പം മനസ്സിലാവുകയും ചെയ്തു. ഇളയമ്മ ഇത് അങ്ങോട്ട് തരുന്ന കാര്യമാണ് പറയുന്നതെങ്കിൽ വെറുതെ ആ വായിട്ടലച്ച് നാവിലെ വെള്ളം വറ്റിക്കണ്ട. വേറെ ആർക്ക് കൊടുത്താലും ഇളയമ്മക്ക് വീട് തരില്ലെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാണ്. അവളുടെ എടുത്തടിച്ചതുപോലെയുള്ള സംസാരം കേട്ടതും ഇളയമ്മയും ഭാമയും അവളെ ഒരുപോലെ ദേഷ്യത്തോടെ നോക്കി. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ എന്നോട് ഇത് ചോദിക്കാൻ വേണ്ടിയാണോ കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നത്? നിനക്ക് അല്പമെങ്കിലും മനുഷ്യപ്പറ്റുണ്ടാകുമെന്നാണ് ഞങ്ങൾ കരുതിയത്. അതുകൂടി ഇല്ലെന്ന് മനസ്സിലായി.
അല്ലെങ്കിൽ നിനക്ക് നാണമില്ല ആമി? ഒരു നാണവും ഇല്ലാതെ ഇങ്ങനെ വല്ലവൻ്റെ ഈ സ്വത്ത് സ്വന്തം പോലെ പെരുമാറാൻ. ഇളയമ്മ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇളയമ്മ ആ പറഞ്ഞത് ശരിയല്ലല്ലോ. ഞാൻ വല്ലവൻ്റെ ഈ സ്വത്തല്ലല്ലോ എടുത്ത് പെരുമാറുന്നത്. എൻ്റെ സ്വന്തം ഭർത്താവിൻ്റെ സ്വത്തല്ലേ? ആമി അല്പം കനത്തിൽ തന്നെ തിരികെ ചോദിച്ചു. അടുത്ത മാസം കഴിഞ്ഞാൽ ബാമയുടെ പ്രസവമാണ്. അവളുടെ പ്രസവം കഴിഞ്ഞ് എങ്ങനെയാണ് ഞങ്ങളുടെ വീട് പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് കുഞ്ഞിനെയും കൂട്ടി വരുന്നത്? അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നാലോ എന്ന് കരുതിയത്. പക്ഷേ അതിന് നീ സമ്മതിക്കില്ലല്ലോ. അവൾ ഒട്ടും അടുക്കുന്നില്ല എന്നായതും അവളുടെ സെൻറ്റിമെൻറ്റ്സ് കൈക്കലാക്കാൻ എന്നോണം ഇളയമ്മ അല്പം ഇമോഷണലായിട്ട് അടവെടുത്തു. പക്ഷേ അതിലും ആമി പതറിയില്ല. ഇതല്ല, ഇതിനപ്പുറത്തുള്ള അവരുടെ അഭിനയം അവൾ കണ്ടു കഴിഞ്ഞതാണ്. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ബാമേച്ചിയോട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാൻ പറയും. അല്ലെങ്കിൽ തന്നെ ഇളയമ്മയുടെയൊക്കെ വീടിന് എന്താ ഇത്ര കുഴപ്പം? ചെറ്റക്കുടിലൊന്നും അല്ലല്ലോ. അത്യാവശ്യം നല്ല രീതിയിൽ പണി കഴിപ്പിച്ച ഒരു ഇരുനില വീട് തന്നെയല്ലേ? ആമി തറപ്പിച്ച് ചോദിച്ചു. അതിലവർ ഒന്നുകൂടി അടിച്ചമർത്തിയതുപോലെ ആയിപ്പോയി. ഞാൻ എന്തായാലും ഈ വീട് വെറുതെ ഇട്ട് നശിപ്പിച്ച് കളയുന്നു. അതാണല്ലോ നിങ്ങളുടെ പരാതി. അതുകൊണ്ട് ഞാൻ ഈ വീട് വാടകയ്ക്ക് കൊടുക്കാൻ പോവാണ്. ആമി തീരുമാനം പോലെ പറഞ്ഞതും ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചതുപോലെ ആയി എന്ന് പറയും പോലെ ആയിരുന്നു ബാമയുടെയും ഇളയമ്മയുടെയും അവസ്ഥ. ഇനി രണ്ടുപേർക്കും എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ അറിയാനോ ഒക്കെ ഉണ്ടോ? ആമി വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു. ശേഷം രണ്ടുപേരെയും ഒന്ന് നോക്കി അവൾ അടുക്കളയിലേക്ക് നടന്നു. കയ്യിലുണ്ടായിരുന്ന ജ്യൂസ് എടുത്ത് രണ്ടുപേർക്കും നീട്ടി. ഇത്രയൊക്കെ ആയിട്ടും യാതൊരു എളുപ്പവും ഇല്ലാത്തതുപോലെ അവരത് വാങ്ങി കുടിക്കുകയും ചെയ്തു. ആമിയോടൊന്ന് പറയുക പോലും ചെയ്യാതെ രണ്ടുപേരും ഇറങ്ങിപ്പോയി. അവർ പോകുന്നതും നോക്കി ആമി അവിടെ തന്നെ നിന്നു. ഇതിലും വലുതൊക്കെ താൻ കണ്ടതാണെന്ന രീതിയിൽ. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.